Welcome you all to Kerala School Tuition YouTube channel. Today we are going to discuss Standard 7 Mathematics. 8th class inde കണക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. First chapter adding angles. So it's very easy and a simple chapter. Here we need to find some angles around some intersections of the lines. That's it. Okay. ഒരുപാട് difficult ആയിട്ടുള്ള chapter ഒന്നും അല്ല ഇത്. ഇത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരിക്കും ഞാൻ മോർ ഓഫ് പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും അഡീഷണൽ ഓവർ വർക്കിംഗ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ അത് നോട്ട്ബുക്കിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. The first one, joining angles. Here they are asking you to draw this angle on your textbook. Can you draw it? So ആംഗിളിൻ്റെ പേരെന്തുവാ? ആംഗിൾ ബി എ സി എന്ന് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ആംഗിൾ സി എ ബി എന്ന് പറയാം. സോ ആംഗിൾ ബി എ സി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തിരിച്ച് പറയാം ആംഗിൾ സി എ ബി. എന്തുമായാലും എ മിഡിൽ വന്നാൽ മതി, കാര്യം എയ്ക്ക് അറൗണ്ട് ആയിട്ടുള്ള ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ മുകളിൽ ഒരു ആംഗിൾ കൂടെ വരച്ച് ചേർക്കുന്നതിനെ കുറിച്ചാണ് ആക്ച്വലി ബുക്കിനകത്ത് പറയുന്നത്. 45 ഡിഗ്രിയാണ്. സോ കീപ്പ് ഇൻ മൈൻഡ്, ഇതിനകത്ത് വരച്ചിരിക്കുന്ന ആ ആംഗിളിൻ്റെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് ഇത്രയുമാണ് വരച്ച് ചേർത്തിരിക്കുന്നത്. കാണുന്നത് നിങ്ങൾ ഇവിടെ ആംഗിൾ ഡി എ സി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സി എ ഡി എങ്ങനെ നെയിം ചെയ്താലും തെറ്റില്ല, പറഞ്ഞ് മനസ്സിലാവുന്നോ? ആംഗിൾ ഡി എ സി എന്നാണ് ഞാൻ നെയിം ചെയ്യുന്നത്. അത് തന്നെ ആവണം എന്നില്ല, സി എ ഡി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയിം ചെയ്യാം. ആംഗിൾ ഡി എ സി ആണ് 45 ഡിഗ്രി എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. കാര്യം എന്തുവാ? ഇത് ഇത്രയേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അതേ സമയത്ത് ഇത് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ എങ്ങനെ നിങ്ങൾ നെയിം ചെയ്യും? ആംഗിൾ ഡി എ ബി. ഇത് മാത്രമോ 45ഓ? ആംഗിൾ ഡി എ സി. ഈ 30ഓ? സി എ ബി. സോ ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് ഇതാണ്, ആംഗിൾ ഡി എ സി എന്ന് പറയുന്നത് ഇതാണ്. അതേ സമയത്ത് ആംഗിൾ ഡി എ ബി എന്ന് ചോദിച്ചാലോ, ഇത് മൊത്തവും വരും അതിനകത്ത്. മനസ്സിലാവുന്നു അതിൻ്റെ ഡിഫറൻസ് എന്തുവാണെന്ന്? സോ ഹൗ മെനി ആംഗിൾസ് അറ്റ് എ നൗ? എയുടെ അറൗണ്ട് എത്ര ആംഗിൾസാണ് ഇപ്പോൾ ഉള്ളത്? 3 ആംഗിൾ ഉണ്ട് ആക്ച്വലി. ഏതൊക്കെയാ? ആംഗിൾ സി എ ബി, സി എ ബി എത്ര? 30. ആംഗിൾ ഡി എ സി, ആംഗിൾ ഡി എ സി എത്ര? 45 ഡിഗ്രി. സോ ഒരെണ്ണം 45, ഒരെണ്ണം 30 ഡിഗ്രി. ഡു യു സീ വൺ മോർ ലാർജ് ആംഗിൾ? യെസ്, ഐ സീ ദാറ്റ്. ഹൗ മച്ച് ഈസ് ദാറ്റ്? ഏതാണ് ആംഗിൾ? ഡി എ ബി എന്ന് പറയുന്ന വലിയ കോണിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതേ പ്ലസ് ഇതാണ് ഈ ഡി എ ബി എന്ന് പറയുന്നത്. സോ ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു 45 പ്ലസ് 30 75. ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു 45 പ്ലസ് 30 75. മനസ്സിലായോ നിങ്ങൾക്ക്? ഈസി അല്ലേ? സോ ഇവിടെ ഒരു കോൺ തന്നിട്ടുണ്ട്. ആ കോണിന് 2 കോൺ എയ്ക്ക് അറൗണ്ടായിട്ട് തന്നെ 2 ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സി എ ബി ഉണ്ട് 1, ഡി എ സി ഉണ്ട് 2. അതുകൂടാതെ ഡി എ ബിയും നിങ്ങൾക്ക് എടുക്കാം, മൂന്നാമത്തെ വലിയ ആംഗിൾ. സോ ഡി എ ബി ഈസ് ഈക്വൽ ടു ഡി എ സി പ്ലസ് സി എ ബി. സോ ഇതേപോലെയുള്ള വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ആണ് നമ്മളുടെ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ദ തേർഡ് ആംഗിൾ ആസ് എ സം ഓർ ഡിഫറൻസ് ആൻഡ് കമ്പ്യൂട്ട് ഇറ്റ്സ് മെഷർ. വി വിൽ ഡു ഇറ്റ്. സോ ഫസ്റ്റ് വൺ, angle DAB. DAB is equal to, so DAB is equal to എന്താണ്? angle DAC plus angle CAB. So angle DAC plus angle CAB which is equal to DAC എത്രയാണ് തന്നിരിക്കുന്നത്? 40. ശരിയല്ലേ? സി എ ബി എത്രയാണ് തന്നിരിക്കുന്നത്? 60. സോ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 100. സോ 100 ഡിഗ്രിയാണ് ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത്. നൗ കംസ് ടു ആംഗിൾ ഡി എ ബി ഹിയർ. ഡി എ ബി. സോ ഡി എ ബി എന്ന് പറയുന്നത് ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എ ബി, ദാറ്റ് ഈസ് 30 പ്ലസ് 60 90 ഡിഗ്രി. യെസ് ഓർ നോ? 30 ഡിഗ്രിയും 60 ഡിഗ്രി കൂടെ 90 ഡിഗ്രി. നൗ ആംഗിൾ സി എ ബി ഹിയർ. ആംഗിൾ സി എ ബി ഹിയർ. സോ സി എ ബി എന്ന് പറയുന്നത് ഒരു സ്മോൾ ആംഗിൾ ആണ്. ഇവിടെ ലാർജർ ആംഗിൾ ഏതാ? ഡി എ ബി. സോ ഡി എ ബി തന്നിട്ടുണ്ട് ആസ് 80. ഇതാ ഈ വട്ടം എത്ര പോയിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഡി എ ബി എന്ന് പറയുന്നത് 80 ആണ്. പിന്നെ തന്നിരിക്കുന്നതോ ഈ വട്ടം എവിടെ വരെ ഉള്ളത്? ഡി മുതൽ സി വരെ, അതായത് ഡി എ സി എന്ന് പറയുന്നത് 50. സോ സി എ ബി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ലാർജർ ആംഗിളിൽ നിന്ന് ഈ സ്മോളർ ആംഗിൾ കുറച്ചാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ശരിയല്ലേ? ഇത്രയും നിന്നും ഇത്രയും കുറച്ചാൽ നമുക്ക്
ഇത് കിട്ടും. സോ ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എ ബി മൈനസ്, സോ മൈനസ് അവിടെ കൊടുത്തിരിക്കുന്നത്, മൈനസ് ആംഗിൾ ഡി എ സി സോ ആംഗിൾ ഡി എ ബി എത്ര? ഡി എ ബി എന്ന് പറയുന്നത് 80 മൈനസ് ഡി എ സി എത്ര? 50. 80 മൈനസ് 50 എത്ര? 30. ശരിയല്ലേ? 30 അല്ലേ? ആംഗിൾ ഡി എ സി വി നീഡ് ടു ഫൈൻഡ് ഹിയർ. ആംഗിൾ ഡി എ സി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ഇവിടെ? ആംഗിൾ ഡി എ ബി തന്നിട്ടുണ്ട്, 120. ആംഗിൾ സി എ ബി തന്നിട്ടുണ്ട്, സോ ഡി എ ബി തന്നിട്ടുണ്ട് 120 മൈനസ് സി എ ബി തന്നിട്ടുണ്ട് 45. മനസ്സിലാവുന്നോ? സോ 120 മൈനസ് 45 ആണ് ആംഗിൾ ഡി എ സി എന്ന് പറയുന്നത്. സോ 120 മൈനസ് 45 എത്ര? 120 നിന്ന് 40 പോയാൽ 80, 80 നിന്ന് 5 പോയാൽ 75. സോ 75 ഡിഗ്രിയാണ് ആൻസർ. ഹാവ് യു ഗോട്ട് ദിസ്? സോ ആംഗിൾ ഡി എ സി എന്ന് പറയുന്നത് ഡി എ ബി മൈനസ് സി എ ബി. നെക്സ്റ്റ്, ഓൺ ബോത്ത് സൈഡ്സ്. സോ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. സോ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എ സി. സോ പെർപെൻഡിക്കുലറിനാണ് ഈ ഒരു ആംഗിളിൻ്റെ സിമ്പിൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്, പെർപെൻഡിക്കുലറിന് ഇങ്ങനെ കൊടുക്കുന്നത്. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്തുവാ? എ ബിയും എ സിയും തമ്മിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. So one line is perpendicular to another line means the angle between the both of the lines is 90 degree. Okay, അത് മറന്നു പോയത്. Now draw an angle within it like this. So ഇവിടെ AD എന്ന് പറയുന്ന വേറെ വരച്ചിട്ടുണ്ട് 50. ടോട്ടലി ഇത് എത്ര ഉള്ളത്? 90 ഡിഗ്രി. അതിനകത്ത് 50 ഇവിടെ വരച്ചു കഴിഞ്ഞു. സോ ഇതെന്ന് പറഞ്ഞാൽ എത്ര? 90 മൈനസ് 50 ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. Yes or no? So what is the measure of DAC? DAC യുടെ മെഷറാണ് ചോദിക്കുന്നത്. DAC യുടെ മെഷർ അല്ലെങ്കിൽ CAD എന്നും നിങ്ങൾക്ക് അതിനെ പറയാം. സോ DAC യുടെ മെഷർ എന്ന് വെച്ചാൽ എത്ര? ആംഗിൾ CAB നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ CAB മൈനസ് DAB, ആംഗിൾ DAB. ആംഗിൾ CAB എത്ര? 90. DAB എത്ര? 50. 40 ഡിഗ്രി. ഓക്കെ, ലെറ്റ് സ്ട്രെച്ച് എ ബി എന്ന് പറയുന്ന സ്ട്രെച്ച് ചെയ്യാണ് എ ബി ടു ദ ലെഫ്റ്റ്. സോ ഇപ്പോൾ എന്തായി? ഇവിടെ EAB എന്ന് പറയുന്ന ഒരു ലൈനായിട്ട് മാറിയത്. മനസ്സിലായോ? സോ EAB, ഇവിടെ AC എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, പെർപെൻഡിക്കുലർ ടു ദ ലൈൻ EB. സോ ഞാൻ നൗ EAB എന്ന് പറയുന്നതിന് പകരം ലൈനിന് എപ്പോഴും രണ്ടെണ്ണല്ലേ നമ്മൾ പറയാറുള്ളൂ, EB എന്നേ ഞാൻ പറയും. മനസ്സിലാവുന്നോ? ഇപ്പോൾ AB എന്ന് പറയുന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇയിലോട്ടാക്കിയപ്പോൾ ഇത് EB ആയി. സോ നൗ ദ ലൈൻ EB മേക്സ് എ പെർപെൻഡിക്കുലർ വിത്ത് CA. സോ CAയും EBയും പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ AD എന്ന് പറയുന്ന 50 ഡിഗ്രി ആംഗിൾ ഉണ്ട്, ഇവിടെ 40 ഡിഗ്രി ആംഗിൾ നമ്മൾ ആൾറെഡി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചോദ്യം, ഹൗ മച്ച് ഈസ് ആംഗിൾ DAE? സോ DAE എന്ന് പറയുന്ന എത്ര ആംഗിൾ ആണെന്നാണ് ചോദ്യം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് കണ്ടെത്താം. സോ DAE എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിൽ കൂട്ടുമ്പോഴാണ് കിട്ടുന്നത്? CAEയും DACയും. CAEയും DACയും കൂടെ കൂട്ടിയാൽ എനിക്ക് കിട്ടും DAE. ശരിയല്ലേ? സോ DAE ഈസ് ഈക്വൽ ടു DAC ആംഗിൾ DAC പ്ലസ് ആംഗിൾ CAE ആംഗിൾ CAE. ആംഗിൾ DAC എത്ര? DAC എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ആംഗിൾ CAE എത്ര? 90 ഡിഗ്രിയാണ്. സോ 9 1 10 130 ഡിഗ്രിയാണ് ആംഗിൾ DAE എന്ന് പറയുന്നത്. ഓക്കെ, സോ വി നോ അനദർ മെത്തേഡ് ടു ഫൈൻഡ് ദ സെയിം. കാര്യം എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്താൽ സ്ട്രെയിറ്റ് ലൈൻ എറൗണ്ട് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, 180. ഒരു പോയിന്റിന് എറൗണ്ട് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ശരിയല്ലേ? സോ 360 ഡിഗ്രിയാണ് ഒരു പോയിന്റിന് അറൗണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ അറൗണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 180 ഡിഗ്രിയാണ്. സോ ഇതെന്ന് പറയുന്നത് ടോട്ടലി 180 ഡിഗ്രിയാണ്. സോ ആംഗിൾ DAE യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ദിസ് വേ ആൾസോ. ആംഗിൾ DAE ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ DAB, ആംഗിൾ DAB. മനസ്സിലാവുന്നോ? സോ 180 മൈനസ് DAB എന്ന് പറഞ്ഞാൽ എത്ര? 50 ആണ്. സോ യു വിൽ ഗെറ്റ് 130. ഓക്കെ, സോ ഇവിടെ മൈനസ് ആണ്, ഇവിടെ
പ്ലസ് ആണ്. Do you see how DAE is related to DAB? DAE is related to DAB. രണ്ടിനെയും കൂടെ ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും നമുക്ക്. Now look at this figure. Can you compute DCA? DCA ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിക്കുന്നത്. ഇതെങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞത് ആംഗിൾ DCA ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ DCB. 180 മൈനസ് DCB എത്രയാണ്? 60 ആണ്. സോ എത്ര കിട്ടും? 120 ഡിഗ്രി. സോ 120 ഡിഗ്രി. Have you got it? How about drawing a perpendicular to C and splitting this angle? So ആ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. സോ ഇത് 90 ഡിഗ്രി ആയി മാറി നമുക്കറിയാം. ഇനി DCB എന്ന് പറയുന്നത് 60 ആണ് നമുക്കറിയാം. സോ നൗ ക്വസ്റ്റ്യൻ എന്താ അവരുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻ യു കമ്പ്യൂട്ട് DCA? സോ DCA ഇവിടെ എങ്ങനെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം? DCA ഈസ് ഈക്വൽ ടു ECA പ്ലസ് ECA എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കാര്യം ഇത് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത് മൊത്തത്തിൽ 90 ഡിഗ്രിയാണ്. കാര്യം ഇത് പെർപെൻഡിക്കുലർ അല്ലേ. 90യിൽ നിന്നും 60 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 30 കിട്ടും. സോ 9 + 3 ദാറ്റ് ആൾസോ വി വിൽ ഗെറ്റ് 120 ഡിഗ്രി. ഹൗ മച്ച് ഈസ് ആംഗിൾ DCE? DCE എത്രയാണ്? സോ DCE എത്രയാണ്? DCE ഈസ് ഈക്വൽ ടു ECB മൈനസ് DCB. ECB എന്ന് പറയുന്ന 90ൽ നിന്നും DCB എന്ന് പറയുന്നത് 60 കുറച്ച് കഴിഞ്ഞാൽ 30 കിട്ടും നമുക്ക്. ഇനി DCA എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ 90 പ്ലസ് ഈ 30 120. ഹാവ് യു അണ്ടർസ്റ്റുഡ്? മനസ്സിലാവാത്തവർ വീണ്ടും ഒന്ന് കേട്ട് നോക്കുക, അന്നേരം മനസ്സിലാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഇനി സോ 120യും 60യുമാണ്. Like this, can you compute the angle on the right in the figure below? സോ ഈ ഫിഗറിനകത്ത് ഈ റൈറ്റ് സൈഡിലുള്ള കണ്ടുപിടിക്കാമോ? സോ രണ്ട് രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം. എങ്ങനെ? നമ്മൾ ആദ്യം ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. സോ ഇതെന്ന് പറയുന്നത് 90 ആണെന്ന് നമുക്കറിയാം. സോ മൊത്തത്തിൽ ഇവിടെ തന്നിരിക്കുന്നത് ഈ ആംഗിള് 130 ആണെന്ന് തന്നിരിക്കുന്നത്. സോ ഇത് 90 ആണെങ്കിൽ ബാക്കി എത്ര വരും? 40. ശരിയല്ലേ? Am I correct? So 90 ഇവിടെ വരും, 40 ഇവിടെ വരും. സോ ഇത് 90 ആണ് ആൾറെഡി നമുക്കറിയാം, കാര്യം പെർപെൻഡിക്കുലറാണ് വെച്ചിരിക്കുന്നത്. സോ 90യിൽ നിന്നും 40 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടും. ദാറ്റ് ഈസ് 50 ഡിഗ്രി. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ലീനിയർ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ അതിനകത്ത് എന്തോ പറയുന്നത്, നിങ്ങൾ ഇതെന്ന് പറയുന്നത് ഒരു ലൈൻ അറൗണ്ട് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ആൻഡ് ആംഗിൾ അറൗണ്ട് എ ലൈൻ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് 130 തന്നിട്ടുണ്ട്. സോ 180 മൈനസ് 130 എന്ന് പറയുന്നത് 50 ഡിഗ്രി. സോ ബോത്ത് മെത്തേഡ് യു ക്യാൻ യൂസ് ഹിയർ. സോ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഈ മെത്തേഡ് ഉപയോഗിക്കാം. മനസ്സിലായോ? ഇൻ ദ ഫിഗർ ബിലോ ദ ആംഗിൾസ് മെയ്ഡ് ഓൺ എയ്തർ സൈഡ് ബൈ ജോയിനിങ് ടു ലൈൻസ് ആർ ഷോൺ. ദ മെഷർ ഓഫ് വൺ ആംഗിൾ ഈസ് ഗിവൺ, കമ്പ്യൂട്ട് ദ മെഷർ ഓഫ് അതർ. സോ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 100 തന്നിട്ടുണ്ട്. സോ 180 100 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 80. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിങ്ങളിവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. പെർപെൻഡിക്കുലർ വരച്ചു കഴിയുമ്പോഴോ ഇവിടെ മൊത്തത്തിൽ 90 ആണ്. സോ മൊത്തത്തിൽ 100 കൊടുത്തിട്ടുണ്ട്. സോ 90യിൽ നിന്നും ഇവിടെ 10 ഡിഗ്രി കിട്ടും. ഇത് മൊത്തത്തിൽ എത്ര? 90 ആണെന്ന് നമുക്കറിയാം. 10 ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കി എത്ര? 80. സോ 80 ഡിഗ്രി ബോത്ത് മെത്തേഡ്സ് യു ക്യാൻ ഫൈൻഡ് ഔട്ട്. സെയിം വേ ഹിയർ ആൾസോ. സോ 180 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 180 മൈനസ് 40 എന്ന് പറയുന്നത് 140 ഡിഗ്രി. 180 മൈനസ് 50 ഡിഗ്രി എന്ന് പറയുന്നത് 130 ഡിഗ്രി. 180 minus 80 എന്ന് പറയുന്നത് 100 ഡിഗ്രി. Okay, so if a line is drawn from another line, then the sum of the angles on either side is 180 degree. A pair of angles like this is called a linear pair. അതായത് ഇവിടെ ഈ 100നെയും 80നെയും പറയുന്നത് ലീനിയർ പെയർ ആംഗിൾസ് എന്നാണ്. കാര്യം ഒരു ലൈനിന് അറൗണ്ട് ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ 140 40 ലീനിയർ ആംഗിളാണ്. Are you getting that? So linear pair എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ അറൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന. If a line is drawn from another line, then the sum of the angles on either side is sum of the angle on either side is 180 and those angles are called linear pair. Have you understood? So രണ്ട് മെത്തേഡിലും ഇത് ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പറഞ്ഞു തന്നു. മനസ്സിലായോ നിങ്ങൾക്ക്?
ഇവിടെയും നോക്കൂ, നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. 180 മെത്തേഡ് എങ്ങനെ? വളരെ ഈസിയാണ് 180 മെത്തേഡ്. 180 മെത്തേഡിന് നമുക്ക് ഇത് മൊത്തത്തിൽ 180 വരും, 80 ഇവിടെ ഉണ്ട്, സോ ഇത് 100 വരും. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് എങ്ങനെ? ഇവിടെ നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കും, പെർപെൻഡിക്കുലർ ഒരു സൈഡ് 90 ആണ്, ഒരു സൈഡ് 90 ആണ്. സോ ഇവിടെ പെർപെൻഡിക്കുലർ 90 ആണ്, ഇതെന്ന് പറയുന്നത് 80 ആകുമ്പോൾ ഇത് എത്ര വരും? 10 വരും. യെസ് ഓർ നോ? ഇവിടെ പെർപെൻഡിക്കുലറിൻ്റെ അതർ സൈഡ് 90 ആണ്, സോ 90 + 10 100 വരും. സോ ഒരു സൈഡ് 100ഉം ഒരു സൈഡ് 80യും. ഈസി. നൗ മൂവ് ടു ദ നെക്സ്റ്റ് വൺ, ആംഗിൾ കാൽക്കുലേഷൻ. ഹൗ മച്ച് ഈസ് ആംഗിൾ ACE? നമ്മൾ നൗ ഓൺവേർഡ്സ് വി വിൽ യൂസ് ദിസ് 180 ഡിഗ്രി കാൽക്കുലേഷൻ ഉള്ളേ. ഹൗ മച്ച് ഈസ് ആംഗിൾ ACE? ACE എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. ആദ്യം എപ്പോഴും ആംഗിൾ വരച്ചോണം, എന്നിട്ടേ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങാവും. ആംഗിൾ ACE എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ, ഇതിൻ്റെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ വി നോ ദ ടോട്ടൽ ആംഗിൾ അറൗണ്ട് ദിസ് ലൈൻ AB is 180 degree. The question is angle ACE. So angle ACE is equal to 180 minus 180 എന്ന് പറയണ്ടേ, ഇവിടെ രണ്ട് ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്, ഇത് വരണം, ഇത് വരണം. സോ ECD ആംഗിൾ ECD പ്ലസ് DCB ആംഗിൾ DCB. സോ 180 മൈനസ് ഇത് 50, ഇത് 25, സോ വി ഗെറ്റ് 75. 180 മൈനസ് 75 ആണ് ഇവിടെ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 105. മനസ്സിലായോ? സോ 105 ഡിഗ്രി വി ഗോട്ട്. ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു സ്ലാൻഡഡ് ലൈൻസ് ഇൻ ദിസ് ഫിഗർ? സോ ഈ ഫിഗറിനകത്ത് ഈ സ്ലാൻഡഡ് ലൈൻസിന് ഇടയ്ക്കുള്ള ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കാം. സോ ഇവിടെ തന്നിട്ടുള്ളത് എന്താ? രണ്ട് സെറ്റ് സ്ക്വയറുകളാണ് തന്നിട്ടുള്ളത്. ഈ സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾ നമുക്കറിയാം എത്രയാണ്? ഇത് 45 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ ആണ്. ഇതെന്ന് പറയുന്നത് 60 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ ആണ്. സോ ടോട്ടലി ഒരു ലൈനിന് അറൗണ്ട് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 വീനോ. ഇതിൻ്റെ രണ്ട് സൈഡിൽ സെറ്റ് സ്ക്വയർ ആണെന്നും അതിൻ്റെ ആംഗിൾ 45 ആണെന്നും 60 ആണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലും നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ 180യിൽ നിന്നും എത്ര കുറയ്ക്കണം? 180 മൈനസ് 60 പ്ലസ് 45. So 60 plus 45 is 105. So the answer is 75 degree. Yes or no? Okay, next question. In the figure below, angle ACD is equal to angle BCE. How much is each? അതായത് ACDയുടെയും BCയുടെയും വാല്യൂ കണ്ടുപിടിക്കേണ്ട. ECD മാത്രമേ തന്നിട്ടുള്ളൂ, ഞാനത് ബുക്കിൽ ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. AB എന്ന് പറയുന്ന ലൈൻ, C എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. C എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് ലൈൻ വന്ന് കണക്റ്റ് ആവുന്നുണ്ട്, EC എന്ന് പറയുന്ന ലൈനും DC എന്ന് പറയുന്ന ലൈനും. ഇവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട് ആംഗിൾ ECD. ആംഗിൾ ECD എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. പിന്നെ തന്നിരിക്കുന്നത് എന്തുവാ? ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് ആംഗിൾ ACD എന്ന് പറയുന്നത്, അതായത് ഇതാണ് ആംഗിൾ ACD എന്ന് പറയുന്നത്, which is equal to angle BCE എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? സോ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒരു ആംഗിൾ ഉണ്ട്, ദാറ്റ് ഈസ് ECD. ചോദ്യം ഹൗ മച്ച് ഈസ് ഈച്ച്. സോ ഈ ഓരോന്നും ഏതാണെന്നാണ് ചോദ്യം. ഈ ഓരോന്നും ഇവിടെ 3 ആംഗിൾ തന്നിട്ടുണ്ട്, ഈ 3 ആംഗിളുകളും ഏതാണ്? ACDയും BCയും ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മച്ച് ഈസ് ഈച്ച്, ഓരോന്നും എത്രയാണെന്നാണ് ചോദ്യം. ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന വാല്യൂ എന്താണെന്ന് വെച്ച് അവിടെ വെച്ച് നമ്മൾ തുടങ്ങും നമ്മളുടെ സൊല്യൂഷൻ മേക്കിംഗ്. സോ തന്നിട്ടുള്ള എന്തുവാ? ഗിവൺ ആംഗിൾ ACD ഈസ് ഈക്വൽ ടു ആംഗിൾ BCE. ഓക്കെ, സോ ആംഗിൾ ACD നമ്മളിനി എക്സ്പെൻഡ് ചെയ്യുമ്പോൾ ACD. So angle ACD is equal to എന്താ ആംഗിൾ ACD എന്ന് പറയുന്നത്? ആംഗിൾ ACE പ്ലസ് ആംഗിൾ ECD. ശരിയല്ലേ? ACEയും ECDയും കൂടെ കൂട്ടുന്നതാണ്. ഇതിനകത്ത് ആംഗിൾ ACE എന്തുവാണെന്ന് എനിക്കറിയില്ല, ഞാനത് അതുപോലെ വെക്കുന്നു. ആംഗിൾ ECDയുടെ വാല്യൂ എനിക്കറിയാം 30. ഓക്കെ, ഇനി ഞാൻ ആംഗിൾ ACE എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്യാൻ പോവുക. എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് വേറൊരു രീതിയിലും ആംഗിൾ ACE എഴുതാൻ പറ്റും. എങ്ങനെ? ആംഗിൾ ACE ഈസ് ഈക്വൽ ടു 180 മൈനസ് ഈ സാധനം എന്ന് എഴുതിക്കൂടെ? ഈ ഒരു ആംഗിൾ, ശരിയല്ലേ? 180യിൽ നിന്നും ഈ ഒരു ആംഗിൾ കുറയ്ക്കുന്നതാണ് ആംഗിൾ ACE എന്ന് പറയുന്നത്. സോ ഐ ആം ഗോയിങ് ടു റൈറ്റ് ആംഗിൾ ACE ഞാൻ മാറ്റി എഴുതുക.
180 മൈനസ് എന്താണ് ആംഗിൾ ബി സി ഇ പ്ലസ് 30. ബ്രാക്കറ്റ് നിങ്ങൾക്ക് എഴുതാം. സിൻസ് ആംഗിൾ എ സി ഇ ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ബി സി ഇ. മനസ്സിലായോ? ആംഗിൾ ബി സി ഇ അത് നിങ്ങൾ ബ്രാക്കറ്റ് എഴുതി ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നത്, ആൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയിട്ടുണ്ട് ബി സി ഇ ഈസിക്കൽ ടു എ സി ഡി എന്നും പറഞ്ഞു. യെസ് ഓർണോ? സോ ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എഴുതാം അപ്ലൈയിങ് 1. ഇതിനകത്ത് നമ്മൾ അപ്ലൈ 1 ചെയ്യാൻ പോകും. അന്നേരം എന്ത് പറ്റും നമുക്ക്? ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ്, സോ ബി സി ഇക്ക് വരെ എനിക്ക് എ സി ഡി എഴുതിക്കൂടെ, ആംഗിൾ എ സി ഡി പ്ലസ് 30. ഓക്കെയാ? എ സി ഡി രണ്ട് സൈഡിൽ കിടക്കും. ഞാൻ ഇതിനെ രണ്ടിട്ട് ഒരു സൈഡിൽ കൊണ്ടുവരും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇത് ഇപ്പുറത്ത് വരുമ്പം പ്ലസ് ആവും. സോ ആംഗിൾ എ സി ഡി പ്ലസ് ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു 180 പ്ലസ് 30. സംശയം എല്ലാവർക്കും? എ സി ഡി. സോ 2 ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു 180 പ്ലസ് 30 എത്ര? 210. സോ ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് 2 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? ഡിവൈഡ് ചെയ്യണം. 210 by 2 ദാറ്റ് ഈസ് 105. സോ ആംഗിൾ എ സി ഡി നമുക്ക് കിട്ടി. എ സി ഡി നമുക്ക് കിട്ടി എത്ര? 105. ഇതെന്ന് പറയുന്നത് 105 നമുക്ക് കിട്ടി. സോ എ സി ഡി 105 ആണ്, ബി സി ഇയും 105 ആണ്. സോ ദെയർഫോർ ആംഗിൾ ബി സി ഇ ഈസ് ആൾസോ ഈക്വൽ ടു 105. 105 ഡിഗ്രി അല്ലേ? ഫൈനൽ വാല്യൂ എപ്പോഴും ഡിഗ്രി എഴുതിയാണ്. സോ ഇത് 105 ആണ്, ഇതിനകത്ത് 30 ആണെന്നുണ്ട്. സോ അതിൻ്റെ ബാക്കി എത്ര? 75 ഡിഗ്രി. സോ 70, 30, 100, 105. സോ ഇവിടെയും അതുപോലെ 105 നിന്ന് 30 പോയാൽ എത്ര? 75 ഡിഗ്രി. സോ വി ഗോട്ട് values for each angles. So you just rewrite those all values here. So therefore angle ACE is equal to AC എത്ര? 75 degree. Angle BCD is equal to 75 degree. Angle ECD is equal to 30 degree. Okay. Cutting across in the figure below, how much is the angle on the left? So totally 180 ആണ്. 75 തന്നിട്ടുണ്ട്, 105. ശരിയല്ലേ? സോ 105, 75, 180. സപ്പോസ് വി എക്സ്റ്റെൻഡ് ദ അപ്പർ ലൈൻ ഡൗൺവേർഡ്. ഞാൻ അപ്പർ ലൈൻ നമ്മൾ താഴോട്ട് മാറ്റുവാണ്. 105, 75 ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ബാക്കി ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒന്ന് ലീനിയർ മെത്തേഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ലീനിയർ മെത്തേഡ് അനുസരിച്ച് ഒരു സ്ട്രേറ്റ് ലൈനോട്ട് മറ്റൊരു ലൈൻ വന്ന് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ടുള്ള ആംഗിളിൻ്റെ സം എല്ലാം കൂടെ 180 ഡിഗ്രിയാണ്. സോ ഇത് 180 ഡിഗ്രിയാണ് നമുക്കറിയാം. ഇനി ഇത് 180 ഡിഗ്രിയാണ് ഒരു ലൈനിന് അറൗണ്ട്. ഇവിടെ ഇതാണ് ഒരു ലൈനിന് അറൗണ്ട് 180 ഡിഗ്രിയാണ്. ഇവിടെ ഇതാണ് ഒരു ലൈനിന് അറൗണ്ട് 180 ഡിഗ്രിയാണ്. ഓക്കെ, കൺഫ്യൂസ് ആവണ്ട. നമുക്ക് എങ്ങനെയാണെന്ന് ബിറ്റ് ബൈ ബിറ്റ് സോൾവ് ചെയ്യാം. സോ ലീനിയർ മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ സോൾവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ഈ ഫസ്റ്റ് മെത്തേഡിൽ ഉപയോഗിച്ച അതേ കാര്യം തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡിൽ എന്തോ നമ്മൾ ഉപയോഗിച്ച 180യിൽ നിന്നും 75 കുറച്ചപ്പോൾ 105 കിട്ടി. അതുപോലെ തന്നെ ഇവിടെ 180യിൽ നിന്നും 105 കുറയ്ക്കുമ്പോൾ 75. ഈ ഒരു ലൈൻ എടുത്താലോ 180യിൽ നിന്നും 75 കുറയ്ക്കുമ്പോൾ 105. ബാക്കിയെല്ലാം ഉണ്ട്. ഓർ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു രണ്ട് ലൈൻസ് തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ കോയിൻസൈഡ് ചെയ്യുന്ന ആ പോയിന്റിനെ ബേസ് ചെയ്തുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതായത് ഇത് 105, ഇത് 105, ഇത് 75, ഇത് 75. മനസ്സിലായോ നിങ്ങൾക്ക്? Among the four angles made by two lines cutting across each other, the sum of each pair of nearby angle is 180 degree. Each pair opposite angles are equal. So opposite angle each pair equal ആയിരിക്കും. സോ ഇത് 120 ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത് 120 ആണ്. ഇത് ഒരു ലൈൻ ബേസ് ചെയ്താൽ ഇത് 120 ആണെങ്കിൽ ഇത് 180 മൈനസ് 120 60 ആണ്. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാണ്? 60 ആണ്. ശരിയല്ലേ? Now we need to solve the problems below. First one 45 തന്നിട്ടുണ്ട്, ബാക്കി ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. Now can't you calculate the angles marked in each of the figure below? Write them in the figure. എഴുതാം നമുക്ക്. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലേ? സോ 45 ആയതുകൊണ്ട് ഇത് 45 ആണ്. ഇനി ഇത് ഞാനൊരു ലൈനായിട്ട് എഴുതാൽ ഇത് 45 ആണ്. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 180 മൈനസ്
45 ആണ്. സോ 180 മൈനസ് 45 എത്രയാണ്? 135. സോ ഇത് 135 ആയതുകൊണ്ട് ഇതും 135. ഹാവ് യു ഗോട്ട് ഇറ്റ്? സോ 45, 45, 135, 135. ഹീറോ 110 ആണെങ്കിൽ ഇത് എത്ര? 110. ഇത് ടോട്ടലി 180 ആയതുകൊണ്ട് ഇത് 110 ആകുമ്പോൾ ഇത് എത്ര? 70. ഇത് 70 ആണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്ര? 70. സോ ഇത് 135 ഉണ്ട്, ഇത് എത്ര? 135. സോ ഇത് ടോട്ടലി 180 ആണ്. 180 നിന്ന് 135 പോയ എത്ര? 45. ഇത് 45 ആണെങ്കിൽ ഇത് എത്ര? 45. Yes or no? Let's do it. In each figure some angles are given. Find all other angles. മറ്റുള്ള ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ലൈനിന് അറൗണ്ട് 180 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്കറിയാം. രണ്ട് ലൈനുകൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പെയർ ഓഫ് ആംഗിൾസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. യെസ് ഓർ നോ? നൗ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ഒന്ന് ഈ 30 എന്ന് പറയുന്ന ഈ ചെറിയ കോണിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇത് 70 തന്നിട്ടുണ്ട്. സോ ടോട്ടലി നമുക്കറിയാം ഈ ലൈൻ 180 ആണെന്ന് നമുക്കറിയാം. ഇത് 30 പ്ലസ് 70 ആണെങ്കിൽ ഇത് എത്ര? 180 മൈനസ് 70 പ്ലസ് 30. 180 മൈനസ് 70 പ്ലസ് 30 എത്ര? 180 മൈനസ് 100, ദാറ്റ് ഈസ് 80 ഡിഗ്രി. യെസ് ഓർ നോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ലൈൻ സ്ട്രെയിറ്റ് ഇങ്ങോട്ട് പോയി, ഈ ലൈൻ ശ്രദ്ധിച്ചോണം, ഈ ലൈൻ സ്ട്രെയിറ്റ് ഇങ്ങോട്ട് പോയി. സോ ഈ രണ്ട് ലൈനിനിടയ്ക്കുള്ള ആംഗിളാണ് 30. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര ആയിരിക്കും? 30 ആയിരിക്കും. ശരിയല്ലേ? ഇനി സോ ഈ ആംഗിൾ കണ്ടുപിടിച്ചു, ഈ ആംഗിൾ കണ്ടുപിടിച്ചു, ഈ ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ ഉണ്ട്. ഇനി ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇവിടെ എന്ന് പറയുന്നത് മൊത്തത്തിൽ 180 ആണ്, അതിനകത്ത് 30 തന്നിട്ടുണ്ട്. സോ ബാക്കി എത്ര? 150, 150, 150, 30, ഇത് മൊത്തം 180 അല്ലേ? സോ വി ഹാവ് ഫൗണ്ട് ഓൾ ദ വാല്യൂ. ഇത് 70, 30 തന്നിട്ടുണ്ട്, ഇത് 80 ആണ്, ഇത് 30 ആണ് നമ്മൾ കണ്ടെത്തി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇത് 180 നിന്ന് 30 കുറച്ചാൽ 150. ഓക്കെ, നെക്സ്റ്റ് വൺ ദിസ് ഫിഗർ. സോ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഈ ലൈൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ എത്ര? ഇവിടെ 50 ആണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റും 50 ആണ്. യെസ് ഓർ നോ? ടോട്ടലി ഇത് 180 ആണ്. 180ൽ 50 തന്നിട്ടുണ്ട്. സോ ഐ ഗോട്ട് ദിസ് വാല്യൂ 130. യെസ് ഓർ നോ? സോ ഇത് മൊത്തത്തിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും എടുത്ത് നോക്കിയേ. ഈ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു, ഈ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു. ഈ രണ്ട് ലൈൻസിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ അല്ലേ ഈ 130 എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇതും 130 ആയിരിക്കില്ലേ? ആ 130ൽ 70 തന്നിട്ടില്ലേ? എന്നിട്ട് ഇതെത്രയാണ്? 130 മൈനസ് 70 അല്ലേ? ശരിയാണോ? 130 മൈനസ് 70 അല്ലേ? 130 മൈനസ് 70 എത്ര? 60 ഡിഗ്രി. സോ വി ഗോട്ട് ദ വാല്യൂ 50, 50, 130, 70, 60. 7 6 13, 130. നെക്സ്റ്റ്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 60 തന്നിട്ടുണ്ട്, 40 തന്നിട്ടുണ്ട്. ടോട്ടലി ഈ ലൈനിന് അറൗണ്ട് 180 ആണ് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ മിഡിൽ പോർഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എത്രയാണ്? 180 മൈനസ് 60 പ്ലസ് 40, 100, ദാറ്റ് ഈസ് 80 ഡിഗ്രി. സോ ഈ രണ്ട് ലൈൻ ഞാൻ എടുക്കുവാണെങ്കിൽ ഇത് 80 ഡിഗ്രിയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് 80 ഡിഗ്രി വരും. ഇനി ഈ ഒരു ലൈനും മനസ്സിലാവുന്ന ഈ ഒരു ലൈനും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്കുള്ളത് 40 ആണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതെന്ന് പറയുന്നത് 40 വരും. മനസ്സിലായോ? ഇത് 80, ഇത് 80, ഇത് 40, ഇത് 40. ഇനി നോക്ക്, ഈ ഒരു ലൈൻ ഞാൻ എടുക്കുവാണെങ്കിൽ ഈ ലൈൻ ഇങ്ങോട്ട് പോയി, ഈ ലൈൻ ഇങ്ങോട്ട് പോയി. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് 60. സോ അതിൻ്റെ ഓപ്പോസിറ്റ് 60 ആണ്. 60, 80, ഇത് 80 ആണ്. 60, 80, 40, 60, 80, 40. നെക്സ്റ്റ് വൺ. ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. അതാണ്ട് ഈ സിമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എത്ര? 90 ആണ്. സോ ഇതെല്ലാം പെർപെൻഡിക്കുലറുകളാണ്. ഇവിടെ 50 ആണ്. സോ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 50 മൈനസ് ഇവിടെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 മൈനസ് 50, 40. ഇത് 90. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇത് ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, 1. ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, 2. സോ ഈ ഒരു ലൈനിനും ഈ ഒരു ലൈനിനും ഇടയ്ക്കുള്ള വാല്യൂ എത്ര? 50. അതുകൊണ്ട് ഇവിടെ എത്ര? 50 കിട്ടും നമുക്ക്. ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇങ്ങോട്ട് പോയി. ഈ ഒരു പെർപെൻഡിക്കുലർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇങ്ങോട്ട് പോയി. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ എത്ര? 40. സോ വി ഗെറ്റ് ഇറ്റ് 40 ഹിയർ. ഇതെത്രയാണ്? 90 ആണ്. കാര്യം എന്താ? ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിന് ഓപ്പോസിറ്റ് ഉള്ളത് 90 ആണ്. സോ ഇതും 90 ആണ്. സോ 5 4 9 90 90 180.
അഞ്ച് നാല് 9 90 90 180. So our values are correct. That's it the chapter. Thank you.